അഭിമാനമാണ് അഗ്നിമോക്ഷം എന്ന ആട്ടക്കഥ. അതിൻ്റെ സമർപ്പണം നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പി രാജശേഖരൻ താഴത്തുപുരവക്കാട്ടാണ്. ഈ നാട്ടിലെ ഓരോ മണൽത്തരികൾക്കും പുൽക്കൊടികൾക്കും സുപരിചിതനാണ്. കഴിഞ്ഞ 4 വർഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ്. ഇതിൻ്റെ ദീപപ്രോജ്വലത്തിന് ശ്രീ പി രാജശേഖരനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ശ്രീ ദിവാകരൻ ബോംബെ, ശ്രീ മോഹൻകുമാർ കൂത്താട്ടുകുളത്തിനെയും സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ വേദിയിൽ ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ, ഞങ്ങളുടെയൊക്കെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരനാണ് KNR നമ്പൂതിരി. കഥകളി ആചാര്യനായിട്ടുള്ള വിജയനാശൻ ഇവിടെ ഉണ്ട്. അദ്ദേഹവും ഇവിടേക്ക് വരിക. ബാക്കി എല്ലാവരും തന്നെ നമുക്ക് ഗുരുതുല്യരും സഹോദരതുല്യരും വളരെ വേണ്ടപ്പെട്ടവരാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അഗ്നി മോക്ഷം, അതിൻ്റെ അഗ്നി പകരൽ തന്നെയാണ് ഈ വേദിയിൽ നടക്കുന്നത്. അഗ്നിയാണ് നമ്മുടെ പുരോഹിതൻ. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം, ഇങ്ങനെയാണ് വേദം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൂടി വിളിച്ചത്. അപ്പോൾ നമുക്ക് ദീപപ്രോജ്വലന സമയമാണ്. കളിവിളക്ക് തെളിയുകയാണ്. എല്ലാവരും ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ വലിയ സന്തോഷമാണ്. ഈ ആട്ടക്കഥ രചിക്കാനുണ്ടായ സാഹചര്യവും മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണത് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ ആട്ടക്കഥയുടെ സംവിധായകൻ, അദ്ദേഹം കഥകളി രംഗത്തെ ഒരു സർവകലാവല്ലഭനാണ്. ഇദ്ദേഹം വലിയ പൊടിപ്പ് കിരീടങ്ങളടക്കം മറ്റു പല കിരീടങ്ങളും അതിനുള്ള കളിക്കോപ്പുകളുമൊക്കെ തൻ്റെ കരവിരുതുകൊണ്ട് നിർമ്മിക്കുന്നതാണ് അദ്ദേഹം. കൂടാതെ ചുട്ടിയുടെ ആശാനാണ്. കലാമണ്ഡലത്തിൽ നിന്നും ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സായി പുറത്തിറങ്ങിയ ശ്രീ രാജേഷാണ് നമ്മുടെ അഗ്നിമോക്ഷത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹം ആ ചിത്രത്തിലെ അദ്ദേഹത്തെക്കുറിച്ചും നമ്മുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ, പ്രധാനമായിട്ട് അവിടെ ഇരിക്കുന്ന ചിത്രത്തിലെ ആളാരാണ് എന്നുള്ളതാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അത് കലാമണ്ഡലം രാമോനാശാനാണ്. അദ്ദേഹം ചുട്ടിയുടെ ആചാര്യനാണ്. കഥകളിയിലെ ആഹാരം ഇതേപോലെ ഒക്കെ ഇന്ന് കാണുന്ന ആഹാരത്തെ ഇത്രയും അടിസ്ഥാനപരമാക്കി
ചെയ്തത് രാമോഹനാശാനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ അഗ്നിമോക്ഷം ആട്ടക്കഥ ആദ്യമായിട്ട് ദീപം കൊളുത്തി അരങ്ങിൽ എത്തിച്ചത്. ഇതിൻ്റെ ആഹാരം മൊത്തം ആശാനാണ് ചെയ്തത്. നമ്മുടെ ഈ വേഷവിധാനങ്ങളെല്ലാം അങ്ങനെ ആശാൻ ഫെബ്രുവരി 8-ാം തീയതി നമ്മൾ വിട്ടുപിരിഞ്ഞു. ഈ കഥയ്ക്കും ആശാൻ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ച്. ആശാൻ്റെ ആ വിയോഗത്തിൽ വളരെ വിഷമമുണ്ട്. അങ്ങനെ ആശ ഇല്ലാത്ത രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മുടെ അഗ്നിമോക്ഷം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ആശാൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അമ്മയെ നാരായണ. കാവിൽ പൂരത്തിനോടനുബന്ധിച്ച് ഉള്ള ഒരു സന്തോഷകരമായ വാർത്തയും കൂടി അറിയിക്കുവാനാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തെ തന്നെ അംഗമായ ഡോക്ടർ ശ്രീറാം, നമ്മളൊക്കെ അപ്പുണ്ണി എന്ന് വിളിക്കുന്ന ശ്രീറാമിന് ഒരു അഭിനന്ദനം പുരസ്കാരവും ഈ വേദിയിൽ വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ. ആദ്യം അതാണ്, അത് കഴിഞ്ഞാണ് കഥകൾ തുടങ്ങുന്നത്. ശ്രീറാം നമ്മൾ വിദ്വത്വം ച നൃപത്വം ച നൈവതുല്യം കദാചന സ്വദേശേ പൂജ്യതേ രാജ വിദ്വാൻ സർവത്ര പൂജ്യതേ എന്ന് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്. അതായത് രാജപദവി രാജ്യത്തെ മാത്രമേ അംഗീകരിക്കണുള്ളെങ്കിൽ വിദ്വാനെ സർവത്ര പൂജിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏകേനാപി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസ്യതേ വിപിനം സർവം സുപുത്രേണ യഥാകുലം. ഒരു വലിയ വനത്തിൽ ഒരു പുഷ്പസുരഭിലമായ ഒരു വൃക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ സൗരഭ്യം ആ വനം മുഴുവൻ പ്രസരിക്കും എന്നതുപോലെ നമ്മുടെ കുടുംബത്തുള്ള ഈ അപ്പുണ്ണിയുടെ ഈ ഒരു പ്രഭാവം അല്ലെങ്കിൽ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ജഗദംബിക കൊടുത്ത അത് നാടിനും കുടുംബത്തിനും വളരെ ഒരു നല്ല കീർത്തിയും ഇതുമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അപ്പുണ്ണിയെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് MSc കഴിഞ്ഞ് കുസാറ്റിൽ ഫിസിക്സിൽ PhD കഴിഞ്ഞു. പിന്നീട് റിസർച്ച് അസോസിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് IIT ഖരഗ്പൂരിൽ നിന്ന് ഉള്ള ഇതിന് ശേഷം ഗവൺമെൻറ് പോളിടെക്നിക് മുട്ടം ആണ് അവിടെ ലെക്ചറായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഡോക്ടറേറ്റ് റൈസ് യൂണിവേഴ്സിറ്റി ഹൂസ്റ്റൺ ടെക്സാസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് SH കോളേജ് ചാലക്കുടി അതിനുശേഷമാണ് കേട്ടോ ഹൂസ്റ്റണിലേക്ക് പോയത്. പിന്നെ തന്നെയുമല്ല അപ്പുണ്ണിയുടെ വേറൊരു ഇതും നമ്മൾ ശ്ലാഘനീയമായൊരിതാണ്. കാരണം താന്ത്രിക വിഷയത്തിലും ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഉത്സവ സംബന്ധമായ ഉത്സവബലി, ദശകല പൂജ, ബ്രഹ്മകലശം വരെ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളതും ആണ് എന്നുള്ളതുകൂടി സന്തോഷകരമായ കാര്യം കൂടി ഇവിടെ അനുസ്മരിക്കുന്നു. അപ്പുണ്ണിയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്പുണ്ണിയെ ആദരിക്കുവാനായിട്ട് വ്യാസനെ ക്ഷണിക്കുന്നു. ഇനി അപ്പുണ്ണിയെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നി. ഓമനക്കുട്ടൻ ചേട്ടനെ നള്ളിയടത്തിനും കൂടെ മകനാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്കായിട്ട് അതും കൂടി പറയട്ടെ ഈ സന്ദർഭത്തിൽ. നള്ളിയടത്തി എവിടെ? ഗംഗ എവിടെ? ഗംഗ ഒപ്പോളും വരും. ഈ അമ്മയുടെ സേവകരായി ശ്രീഭദ്ര ഭക്തജന സമിതി ഇവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അപ്പുണ്ണി ഞങ്ങൾക്ക് മകനെ പോലെയാണ്. മക്കളുടെ ശിരസിലൊന്ന് തൊടുക, തോളിലൊന്ന് തൊടുക, ഒന്ന് ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കാരണവന്മാരുടെ ഉത്തരവാദിത്വമാകയാൽ ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരേ വാക്കുകളാണ് ഉണ്ടായത്. അപ്പുണ്യ അറിഞ്ഞില്ല. അപ്പുണ്യോട് ഇപ്പോഴാണ് ചെന്ന് പറയുന്നത് ഞങ്ങൾ വിളിക്കുമ്പോൾ ഒന്ന് കയറി വരണമെന്ന്. അഥവാ നേരത്തെ പറഞ്ഞാൽ പാൻറ്റും കോട്ടും ടൈയും ഒക്കെ ഇട്ടേനെ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടൈയൊക്കെ മതി. ഇത്രയും മഹത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം
അദ്ദേഹത്തിൻ്റെ കീറിപ്പറിഞ്ഞ ചെരുപ്പുമിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഇന്ദിരാഗാന്ധി കണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെരുപ്പ് പുറത്തു ഊരിയിട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം, അതായത് പൊയ്മുഖങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഭഗവതിയുടെ അടുക്കൽ അഴിച്ചു വെച്ച് ശുദ്ധമായ ശരീരവും മനസ്സുമായി വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുത്രതുല്യനായ അപ്പുണ്ണിക്ക് കൊടുക്കുവാൻ എന്നെ വിളിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമായി. അതിന് മുന്നോടിയായി നമ്മുടെ നമ്മുടെ കൂടെയുള്ള ജ്യേഷ്ഠ സഹോദരനായ രവിചേട്ടൻ പൊന്നാട ചാർത്തട്ടെ, ഇങ്ങോട്ട് വന്നിക്കൂ. പല ഉൽപ്പന്നങ്ങളും നമ്മൾ നിർമ്മിക്കുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പേറ്റൻ്റ് എടുക്കുക എന്ന് പറഞ്ഞുണ്ട്. ഇനി അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ശാസ്ത്രീയ വിദ്യ യാതൊരു കാരണവശാലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് പേറ്റൻ്റ് എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ ഡിഗ്രിയും PGയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പുണ്ണി വലിയ ഒരു വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ് നന്നായി വരൂ പ്ലീസ് കം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മഹത്വമാണ്. പേറ്റൻ്റ് എടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആക്ച്വലി അതൊരു ചെറിയൊരു സിമ്പിളായിട്ട് പറയാം. ഇതൊരു മെറ്റീരിയൽ ഡെവലപ്മെൻറ്റും അതേപോലെ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റും കൂടിയതിനാണ് ഈ ഒരു പാറ്റൻറ്റ് കിട്ടിയത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു സംഭവത്തിനെ കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഒരു വെള്ളം എന്ന് പറയുന്നത് 0 ഡിഗ്രി എത്തണമെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 അവർ, ഒരു മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. അത് അടച്ചു വയ്ക്കുകയും ചെയ്യണം. അതായത് ഫ്രിഡ്ജ് അടച്ചു വെച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം ഐസാവുള്ളൂ. പക്ഷേ ഞാനിവിടെ ഒരു ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ബൈ 5 സെൻറ്റിമീറ്റർ ആണ്. അതായത് 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഇതിൽ നമ്മളൊരു 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, 12 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു വശം ചൂടാവുകയും ചെയ്യും, മറ്റേ വശം തണുക്കുകയും ചെയ്യും. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് തെർമോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം ഇതിൽ തണുക്കുന്ന വശം എന്ന് പറയുന്നത് 15 സെക്കൻഡ് കൊണ്ട് 0 ഡിഗ്രി എത്തും. അതായത് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ 15 സെക്കൻഡ് കൊണ്ട് അത് ഐസായി മാറും. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയും കൂടെയാണ്, അതേപോലെ ഈ ഒരു ഡിവൈസ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണ്. അപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഒരു സന്തോഷ വാർത്ത കൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ കഥകളിയുടെ എഴുത്ത് PK വ്യാസനാണ്. അതിവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ പുണ്ടരീകപുരത്തപ്പൻ്റെ, അതായത് തലയോലപ്പറമ്പിലെ പുണ്ടരീകപുരം ക്ഷേത്രത്തിലെ ഉടമസ്ഥനായ വേലിമാൻകോവിൽ ആ കുഞ്ഞപ്പന് ഒരു സമ്മാനമായിട്ട് കൊടുക്കണമെന്ന് ഉദ്ദേശമുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ഈ സമയത്ത് ഈ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുണ്യം കൂടി ഈ വേദിയിലേക്ക് വരണമെന്നാണ് കുഞ്ഞപ്പൻ വിളിക്കുന്നത്.
സജ്ജനങ്ങളെ, നമ്മുടെ അഗ്നിമോക്ഷത്തിലെ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ അതിലെ സംഗീതവും പകർന്ന് മേളവും പകരുന്നവരെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ രാജേഷ് മാഷ് അത് പറയും. അവരെ ആദ്യമാണ് ഞങ്ങൾ ആദരിക്കുവാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം എല്ലാവരെയും ഞങ്ങൾ ഈ കളി കഴിയുമ്പോൾ ആദരിക്കുന്നതാണ്. അതുകൂടി കഴിഞ്ഞ് മാത്രമേ ഈ കളി കഴിയുമ്പോൾ എല്ലാവരും പോകാവൂ. നമ്മുടെ നാടിൻ്റെ മഹത്വം അങ്ങ് വിശ്വം നിറയട്ടെ. കഥ ആരംഭിക്കാം. ഇതിൻ്റെ വിഷ്വൽ ഈ എഫക്റ്റ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് വരുൺ വാസനാണ്. നമുക്ക് LED വാളിലേക്ക് ശ്രദ്ധിക്കാം. അദൃശ്യമായ ദിവ്യസാന്നിധ്യമായി, നിശബ്ദമായ അനുഗ്രഹസ്പർശമായി ഇന്നും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയ കാരണവർ, പുലവക്കാട്ട് കുടുംബത്തിൻ്റെ ആശ്രയവും സ്നേഹത്തിൻ്റെ അക്ഷയദീപവുമായിരുന്ന MG കേശവമാരാർ പുലവക്കാട്ട്, കാലം കടന്നാലും മങ്ങാത്ത നിത്യപ്രകാശമായ ഓർമ്മയായി എന്നെന്നും ഞങ്ങളോടൊപ്പം ജീവിക്കും. അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും സമർപ്പിക്കുന്നു. ശിരമാലയണിഞ്ഞു വരും ജഗദമ്പകരിങ്കാളി, കൊടുവാടും ദാരിക തലയും തുര്യോരപാത്രവുമായി കരിതുള്ളി വരുന്നു നമ്മുടെ ഊമ്പിക്കാവിലെ ശ്രീഭദ്ര. തങ്ങളോടെ കാർമേഘൂന്തലടിച്ച് ശിരമാലയണിഞ്ഞു വരും ജഗദമ്പകരിങ്കാളി, കൊടുവാടും ദാരിക തലയും തുര്യോരപാത്രവുമായി കരിതുള്ളി വരുന്നു നമ്മുടെ ഊമ്പിക്കാവിലെ ശ്രീഭദ്ര. പണ്ടൊരിക്കൽ ശ്വേതകി എന്നു പേരുള്ള രാജാവ് 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു. യാഗത്തിൽ അനവധി ഋതുക്കൾ പങ്കെടുത്തു. ഹോമകുണ്ടങ്ങളിൽ നിന്നും പടർന്ന പുക കൊണ്ട് സഹിക്കവയ്യാതെ അവർ യാഗത്തിൽ നിന്നും പോയി തുടങ്ങി. അങ്ങനെ യാഗം മുടങ്ങുമെന്ന് മനസ്സിലായ ശ്വേതകി ശിവനെ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷനായി ദുർവാസാവ് മഹർഷിയെ കൊണ്ട് യാഗം നടത്തിക്കുവാൻ പറഞ്ഞു. അങ്ങനെ യാഗം മംഗളമായി പര്യവസാനിച്ചു. പക്ഷേ വർഷങ്ങൾ നീണ്ടുനിന്ന യാഗത്തിലെ ഹവിസ് ആഹരിച്ചു കൊണ്ടിരുന്ന അഗ്നിക്ക് ദഹനക്കേട് പിടിച്ചു. മുഖം വിളറി, ദേഹം ശോഷിച്ചു. ആഹാര സാധനങ്ങൾ കഴിക്കാൻ രുചിയില്ലാതായി. അഗ്നിദേവൻ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ഗാണ്ഡവവനത്തിൽ അനവധി ദുഷ്ടരുണ്ടെന്നും അവരുടെ മേധസ് ഭുജിച്ചാൽ ലോകവും നന്നാകും, അഗ്നിയുടെ ദഹനക്കേട് മാറുമെന്ന് ബ്രഹ്മാവ് വരം നൽകി. അങ്ങനെ അഗ്നി ഗാണ്ഡവവനത്തിലെത്തുന്നു. ഗാണ്ഡവവനത്തിൽ അഗ്നി പടരാൻ തുടങ്ങി. അവിടെ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായ തക്ഷകനും കുടുംബവും താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ രക്ഷിക്കുന്നതിനായി ഇന്ദ്രൻ വരുണ സഹായത്താൽ ഗാണ്ഡവം തന്നിൽ മഴ പെയ്യിച്ചു. അഗ്നിക്ക് പടരാനാകാതെ പകച്ചു നിൽക്കേണ്ടി വന്നു. വീണ്ടും ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ച അഗ്നിദേവനോട് പറഞ്ഞു, നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാരായി ഭൂമിയിൽ അവതരിക്കുമെന്നും അവരുടെ സഹായത്തോടെ ഗാണ്ഡവവനത്തിൽ പടരാമെന്നും അനുഗ്രഹിച്ചു.
പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന സമയത്ത് അതിശക്തമായ ഒരു വേനൽക്കാലം വന്നു ചേർന്നു. ഉഷ്ണം അസഹനീയമായി. അങ്ങനെയിരിക്കെ ഒരു നാൾ ശ്രീകൃഷ്ണൻ അവിടെ എത്തുന്നു. ഉഷ്ണം ശമിപ്പിക്കുന്നതിന് അർജുനൻ കൃഷ്ണനെയും കൂട്ടി ഗാണ്ഡവവനത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ യമുനാ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ അഗ്നിദേവൻ വന്നു ചേർന്നു. അഗ്നി പൂർവ്വകഥകൾ പറയുന്നു. അഗ്നിക്ക് ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അഗ്നിദേവൻ ഗാണ്ഡവവനത്തിലേക്ക് പ്രവേശിക്കുന്നു. അർജുനൻ പ്രാർത്ഥിക്കുന്നു. വരുണ ഭഗവാൻ അർജുനന് ചന്ദ്രായുസ്സും അമ്പൊടുങ്ങാത്ത ആവനാഴിയും പൊൻമാലകളണിഞ്ഞ 4 കുതിരകളെ പൂട്ടിയ രഥവും നൽകുന്നു. കൃഷ്ണൻ തേരാളിയായി അഗ്നിക്ക് സേവ ചെയ്യുന്നു. അഗ്നി പടരാൻ തുടങ്ങിയതോടെ അവിടുത്തെ താപസന്മാരായ മുനിമാർ ഇന്ദ്രനെ അഭയം പ്രാപിച്ചു. ഇന്ദ്രൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടു. ആകാശം കാർമേഘങ്ങളാൽ നിറഞ്ഞു. അർജുനൻ അഗ്നിയെ അസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച കവചത്തിലാക്കി. ഈ അവസരത്തിൽ തക്ഷകൻ കുരുക്ഷേത്രത്തിലായിരുന്നതിനാൽ തൻ്റെ കുഞ്ഞ് അശ്വസേനൻ്റെ ജീവൻ രക്ഷിക്കാൻ തക്ഷകപത്നി വാൽ മുതൽ ശിരസ് വരെയുള്ള ഭാഗം വിഴുങ്ങി കുട്ടിയെ ചൂടിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഗാണ്ഡവവനത്തിൽ വെളിയിൽ കൊണ്ടുവന്ന് വിടുന്നതിനൊരുങ്ങി. കാറ്റിലും മഴയിലും അർജുനന് കാഴ്ച മങ്ങിയതിനാൽ അശ്വസേനനെ വധിക്കുവാൻ കഴിഞ്ഞില്ല. അശ്വസേനന് സ്വസ്ഥതയില്ലാത്ത ജീവിതമുണ്ടാകട്ടെ എന്ന് മൂവരും ശപിച്ചു. അഗ്നി, അർജുനൻ, കൃഷ്ണൻ ഇവർ മൂവരും. അശ്വസേനന് അർജുനനോട് പക വർദ്ധിച്ചു. ഇന്ദ്രൻ വനവാസികൾക്ക് വേണ്ടിയും കൃഷ്ണാർജുനന്മാർ അഗ്നിക്ക് വേണ്ടിയും പരസ്പരം യുദ്ധം ആരംഭിച്ചു. ഇതേ സമയം ജരിത എന്ന പക്ഷി ഒരു ഉയരമുള്ള മരക്കൊമ്പിൽ 4 മക്കളുമായി പാർക്കുകയായിരുന്നു. അഗ്നി പടർന്നപ്പോൾ കുഞ്ഞുങ്ങൾ വെന്തു ചാകുമെന്നതിനാൽ കുഞ്ഞുങ്ങളോട് മരത്തിൻ്റെ ചുവട്ടിലുള്ള എലിപ്പൊത്തിൽ കൊണ്ടുപോയി വയ്ക്കാമെന്ന് പറഞ്ഞ അമ്മയോട് ആ കൂട്ടിൽ എലി വരുമെന്നും ഞങ്ങളെ ഭക്ഷിക്കുമെന്നും അതിലും നല്ലത് അഗ്നിയാൽ മരിക്കുന്നതാണ് നല്ലതെന്നും മക്കൾ പറയുന്നു. കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും കൂട്ടക്കരച്ചിലും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ ആ കുടുംബത്തെ അഗ്നിയിൽ നിന്നും രക്ഷിക്കുന്നു. ഗാണ്ഡവ ദഹനത്തിലൂടെ ദുഷ്ടരെ ഭുജിച്ചതിനാൽ അഗ്നിയുടെ ഉദരരോഗം മാറുന്ന കഥയാണ് ഇവിടെ അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. അഗ്നിക്ക് മോഹം സാധിക്കുന്നു. മോഹസ്യ ക്ഷയം മോക്ഷം. ആ മോഹം സാധിക്കുകയാണ്. അതാണ് അഗ്നിമോക്ഷം. നിന്റെ മേനീരെ നാള നിന്റെ മേനീ ഈ സവിതേ വന്നൊന്നു ഒന്നു കണ്ടിട്ട് സവിതേ വന്നു ഓരോന്നു ചൊല്ലിടുടെ കർമ്മ ഓരോന്നു ചൊല്ലിടും നിന്റെ കർമ്മ ഓരോന്നു ചൊല്ലിടുടെ കർമ്മ മോരോന്നു ചൊല്ലി
സോദരൻ മാരു നിന്നെ ഓർക്കാത്ത അടിയന്റെ താഴ്മയാം വന്ദനവും ഭക്തിയാം അടിയന്റെ താഴ്മയാം വന്ദനം അഗ്നിയാം അടിയന്റെ താഴ്മയാം വന്ദനം അഗ്നിയാം അടിയന്റെ താഴ്മയാം വന്ദനം ബ്രഹ്മദേവൻ തൻ്റെ ഉപദേശം ബ്രഹ്മദേവൻ തൻ്റെ ഉപദേശം അതിനാ ബ്രഹ്മദേവൻ തൻ്റെ ഉപദേശം അതിനാ നിങ്ങളെയും കാത്തു ഞാൻ ഇവിടെ ഇരിപ്പൂ നിങ്ങളെയും കാത്തു ഞാൻ ഇവിടെ ഇരിപ്പൂ നിങ്ങൾ തങ്ങീന ശ്വേതകീപതി തുടങ്ങിന മതി മറന്നു ഭുജിച്ച ഹവിസിന മതി മറന്നു ഭുജിച്ച ഹവിസിന ഉദരരോഗമൂ വന്നിത ഉദരരോഗവും വന്നിത ഉദരരോഗമൂ വന്നിത
മക്കളെ നിങ്ങളെ ഞാൻ ഈ മര ചോട്ടിലുള്ള മക്കളെ നിങ്ങളെ ഞാൻ ഈ മരച്ചോട്ടിൽ ഉള്ള മൂഷിക ദ്വാരത്തിൽ വച്ചടച്ചു മൂഷിക ദ്വാരത്തിൽ വച്ചടച്ചു വയ്ക്കാം അഗ്നി പോയി മറയൂ അഗ്നി പോയി മറയുമ്പോൾ അഗ്നി പോയി മറയുമ്പോൾ അമ്മ വന്നു എടുത്തൊരു കൂട്ടിൽ അമ്മ വന്നു എടുത്തൊരു കൂട്ടിലാക്കാം വേണ്ട വേണ്ട അതു വേണ്ട 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 അതു വേണ്ട ജന്തുക്കൾ ഭക്ഷി ഹരി ഓം. സജ്ജനങ്ങളെ, ഉള്ള ആൾക്കാരൊന്ന് മുമ്പോട്ട് നിന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങ് കലാമണ്ഡലത്തിൽ നിന്നും വന്നിട്ടുള്ള വലിയ കലാകാരന്മാർ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് നമ്മളെ എല്ലാവരെയും ആനന്ദിപ്പിച്ച് എല്ലാവരും ഒന്ന് അടുത്ത് നിൽക്കുക. നമുക്ക് 5 മിനിറ്റ് നമുക്കവരെ ആദരിച്ച് യാത്രയാക്കണം. നമ്മുടെ എല്ലാ കലാകാരന്മാരും വരണേ. നമ്മൾ ആദ്യം ആദരിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അവരെല്ലാവരും കൂടി ഒരു വാക്ക് പറഞ്ഞു, ഈ കളി ഇവിടെ കഴിയട്ടെ, അത് കഴിയുമ്പോഴല്ലേ നിങ്ങളുടെ മനസ്സറിയുന്നത്, അങ്ങനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ എന്ന്. ഇത് നമ്മൾ ഇവരെ ആദരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ പോരല്ലോ. നല്ല മനസ്സറിഞ്ഞ് നിങ്ങളെ ഒന്ന് പ്രകടിപ്പിച്ചേ. കലാസിനെ കണ്ടോ, കൈയടിക്കാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് ഭഗവതിയുടെ അനുഗ്രഹമായിട്ട് എല്ലാവരും സ്വീകരിക്കണം. ഞങ്ങളുടെ നല്ല നിറഞ്ഞ മനസ്സാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. എന്നെ ശ്രീജിത്താണ് ആദ്യം വിളിക്കുന്നത്. കാരണം ശ്രീജിത്തിനെ കൊണ്ട് ഞാനൊരു 3-4 പാട്ട് വയനാട്ടിലൊക്കെ സ്റ്റുഡിയോയിൽ പാടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ്, ഇനി ഇരുന്നോളൂ കേട്ടോ, ഇരുന്നോളൂ, നമുക്ക് ഇനി നമ്മൾ ആദരിച്ചല്ലോ, സ്നേഹം കൊണ്ട് നമ്മളിനി പോന്നെ ഇതിൻ്റെ കാര്യം ഒന്ന് പറയുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 9 ദിവസം കൊണ്ടാണ് ഈ ആട്ടക്കഥ എഴുതിയത്. എൻ്റെ കുടുംബത്തിലോ എൻ്റെ അറിവിലോ ഒന്നും, ഞങ്ങളുടെ രക്തത്തിലൊന്നും ആരും ആട്ടക്കഥ എഴുതിയില്ല. അപ്പോൾ എന്നെ ഭഗവതി ഭരതസ്വാമി, കാരണം ഞാൻ ആദ്യം ഒരു പാട്ട് എഴുതുന്ന ഭരതസ്വാമിയുടെ പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ശ്രീജിത്ത് ആവശ്യപ്പെട്ടു, ഞാൻ എഴുതാമെന്നാണ് പറഞ്ഞാൽ. അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല, ആലോചിക്കട്ടെന്നൊന്നും അല്ല, എഴുതാം. അങ്ങനെ 9-ാം ദിവസം പാട്ട് എഴുതിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ചു കൊടുത്തു.
അപ്പോൾ അവരെല്ലാവരും കൂടി ആലോചിച്ചു. പ്രത്യേകിച്ച് രാജേഷും അരവിന്ദും ഒക്കെ കൂടി അവരാലോചിച്ചപ്പോൾ വളരെ സന്തോഷം എന്നെ അറിയിച്ചു. അത് പിന്നെ ശ്രീത്ത് അത് ട്യൂൺ ചെയ്തു. അവരത് വളരെ മനോഹരമായി അവരുടെ ക്ലബിൽ അത് ചിട്ടപ്പെടുത്തി. എല്ലാവരും കലാമണ്ഡലത്തിൽ നിന്നും ഫെല്ലോഷിപ്പുകൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് പലരും, ചെറിയ ഒരു ആൾക്കാരല്ല. അപ്പോൾ അവരത് ചെയ്തു എന്നുള്ളത് തന്നെയുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ആശാൻ്റെ ഒരു അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എഴുതണം എന്ന് വിചാരിച്ചപ്പോൾ പുതിയ കഥ വേണം, പുതിയ കഥാപാത്രം വേണം. അങ്ങനെയാണ് അഗ്നിയെ കേന്ദ്രമാക്കി എഴുതാമെന്ന് വിചാരിച്ചു. എഴുതി പൂർണ്ണമാക്കി കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം ഞാൻ എൻ്റെ സാധാരണ ഏത് കൃതി എഴുതിയാലും അച്ഛനെയാണ് വായിച്ച് കേൾപ്പിക്കാറ്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ് എനിക്കിപ്പോൾ ചേട്ടനുള്ളത്. ഞാൻ ചേട്ടനെ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ എന്നെ പറഞ്ഞത്, എടാ കുറച്ചുകൂടി അതിനകത്ത് ഒരു കാരുണ്യവും എല്ലാവർക്കും ഒരു ഹൃദയം അലിയുന്നതാണ്, നമ്മുടെ ജരിതപക്ഷിയുടെ കഥ കൂടി ചേർക്കണം. അങ്ങനെയാണ് രണ്ടാമത് എഴുതിയത് അതിൽ. അപ്പോൾ 9 ദിവസമായി. അങ്ങനെ 9 ദിവസം കൊണ്ട് വളരെ സന്തോഷപ്രദമായ ഒരു ഇതെഴുതി എന്നുള്ളത് വലിയ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല. അത് അവതരിപ്പിച്ചപ്പോഴാണ് അതിന് ജീവൻ വീണത്. എന്തായാലും അത് കഥ ഇവിടെ അവതരിപ്പിച്ചേ പറ്റൂ എന്ന്. പാഞ്ഞാളിലാണ് അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത്. പാഞ്ഞാളിൽ അഗ്നിഹോത്രം നടന്ന സമയത്ത് അവിടെ വെച്ചാണ് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് അവിടെ വെച്ചത് നടന്നത്. രണ്ടാമത് നമ്മുടെ ഓമനക്കുട്ടൻ, ഞങ്ങളുടെയൊക്കെ ഓമനക്കുട്ടൻ PR രാമൻ നമ്പൂതിരി എന്നോട് ഒറ്റ വാക്കാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നടരാജൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി നടരാജനും അദ്ദേഹവും പറഞ്ഞു, ബാക്കി കമ്മിറ്റിക്കാരെല്ലാവരും പറഞ്ഞു ആ കഥ ഇവിടെ അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടൻ തന്നെ രാജേഷ് ജിയെ വിളിച്ചു. അതിനെന്താ നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഈ കഥ നമ്മുടെ മുമ്പിൽ അവർ ഈ ആട്ടക്കഥ നല്ല മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഒരു സത്യാവസ്ഥ പറയാം, നമ്മളുടെ അരങ്ങേറ്റത്തിനേക്കാൾ 10 ഇരട്ടി നന്നായിട്ടുണ്ട്. സത്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തർ വന്ന് അഭിനന്ദിക്കുമ്പോഴും അതിൻ്റെയൊക്കെ അഭിനന്ദനം നിങ്ങൾക്കുള്ളതാണ്, എല്ലാവർക്കും. ചെണ്ട, അതുപോലെ തന്നെ മദ്ദളം, ഇതൊക്കെ. അപ്പോൾ അവർ എല്ലാവരുടെയും പേര് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി പറയാത്തത്. എങ്കിലും ആരെയാണ് ആദ്യം ആദരിക്കേണ്ടത് എന്ന് മാത്രം അറിയില്ല. കാരണം ആരെ ആദരിക്കുക? എല്ലാവരും കൃഷ്ണനും അഗ്നിയും ജരിതപക്ഷിയും കൃഷ്ണ അങ്ങനെ. അപ്പോൾ നമുക്ക് ആരെയാണ്? അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ നമ്മുടെ എല്ലാവരുടെയും ജ്യേഷ്ഠ സഹോദരനായ രാമേട്ടനെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. ജന്മഭൂമി പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. പല ഒഫീഷ്യലായിട്ട് പലരും സാറേ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അനുജൻ നാരായണൻ നമ്പൂതിരി എത്തിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം കഥകളി സംഗീതജ്ഞനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. എന്നെ ഈ കലാരംഗത്ത് എൻ്റെ ചെറുപ്പം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് TN രാജൻ. രാജൻ ചേട്ടനും വന്നിട്ടുണ്ട്. രാജൻ ചേട്ടൻ ഈ വേദിയിലേക്കൊന്ന് വരിക. രാജൻ ചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേനയിലെ മഷികൾ വരച്ച് തീർത്തതൊക്കെ എൻ്റെ ഒരു ആത്മകഥയാണ്. അങ്ങനെയാണ് എന്നെ ലോകം ഒന്ന് അറിയപ്പെട്ടത്. അതിൻ്റെ കാരണഭൂതനാണ് രാജൻ ചേട്ടൻ. ഇനി നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും കയറി വരൂ, എല്ലാവരും വരൂ. അപ്പോൾ എൻ്റെ ഒരപേക്ഷയായിട്ട് കണക്കാക്കുക, നമ്മുടെ കഥകളി ആചാര്യൻ വിജിൻ ആശാൻ വരിക. എല്ലാവരും വരൂ. അഗ്നിക്ക് ആദ്യത്തെ ആദരവ് നൽകുകയാണ്. അത് അഗ്നി കേന്ദ്ര കഥാപാത്രമായതുകൊണ്ടും ഇതിൻ്റെ സംവിധായകനായതുകൊണ്ടുമാണ്. എല്ലാവരും അടുത്ത് തന്നെ ഇവിടെ കമ്മിറ്റി അഗ്നി എല്ലാവരും കയറി നിൽക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ രാജേഷ്. ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത്, എൻ്റെ സഹോദരൻ. ഓരോരുത്തരും അങ്ങോട്ട് കൊടുക്കും.
അടുത്തത് നമ്മളുടെ ശ്രീജിത്തിനാണ്. പാട്ടുകാരൻ തന്നെ നൽകട്ടെ ശ്രീജിത്തിന്. അടുത്തത് സുധീഷ് ആശാൻ. അടുത്തത് ആണോ? ജരിത പക്ഷി വരൂ. അടുത്തത് അർജുന് ശ്രീ TN രാജൻ. നമ്മുടെ ശ്രീകൃഷ്ണൻ. അതെ മേശാന്തി കൊടുക്കട്ടെ. ഇത് കൊടുത്തു. ഇനി നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾ വരൂ. പക്ഷിക്കുഞ്ഞ് വരൂ. ചിറകൊക്കെ പോയോ? അത് കൊടുത്തു. വേണ്ട പിന്നെ അത് അങ്ങനെ കൊടുക്കുള്ളൂ. അത് നമ്മുടെ ചെണ്ട മദ്ദളം. അടുത്ത വരൂ. കൊടുത്തു. കൊടുക്ക്. കണ്ടോ? നരൻ. ഇനി നമ്മുടെ ചുട്ടി. അത് കൊടുത്തു. ആരും പോകരുത് കേട്ടോ. ഇനി ആരായിരുന്നു രാഷ്ട്രീയമുള്ളേ? എല്ലാവർക്കും ഇല്ലേ? വൈശാഖിനാ മദ്ദളം കിട്ടി. എല്ലാവരും കൂടി ഒന്ന് നിൽക്കൂ കേട്ടോ. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഒരു മഹൽ വ്യക്തിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്ന് ഇവിടെ അവതരിപ്പിച്ച അഗ്നിമോക്ഷം രചയിതാവ്, അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളിലെല്ലാം പ്രസക്തനായ PK വ്യാസൻ അവർക്ക് നമ്മുടെ നാടിൻ്റേതായിട്ടും ഉറുമ്പിക്കാവ് ദേവിയുടെയും വകയായി ഒരു ആദരവ് നൽകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയും നമ്മളെല്ലാം മനസ്സുകൊണ്ട് അറിയുകയും ചെയ്ത അദ്ദേഹത്തെ നമ്മുടെ നാട്ടിൽ ഇവിടെ വച്ച് ഒരു ആദരവ് കൊടുക്കാതിരിക്കുന്നത് ഉചിതമല്ല എന്നുള്ള മനസ്സോടുകൂടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വേദിയിൽ വെച്ച് PK വ്യാസൻ അവരെ ആദരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാൻ 8500ഓളം വേദികൾ പ്രഭാഷണം കഴിഞ്ഞു. 600ഓളം ഞങ്ങൾ നടത്തി. വ്യത്യസ്തമായ 50ഓളം ഞങ്ങൾ നടത്തി. അവിടെ നിന്നൊക്കെ കിട്ടിയ ഓരോ വസ്ത്രവും ഓരോ നാണയവും ദക്ഷിണയായി കിട്ടുന്നത് ആദ്യം എൻ്റെ അച്ഛനമ്മമാരുടെ പാദങ്ങളിലാണ്. ഒപ്പം ഞാൻ അമ്മയെ പോലെ കണ്ടിരുന്ന, എന്നെ മകനെ പോലെ തന്നെ വളർത്തിയെടുത്ത എൻ്റെ പ്രിയപ്പെട്ട വനജ ചേച്ചി, ഇവരുടെ പാദങ്ങളിലാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ കിട്ടുന്ന ആദരവ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കും എൻ്റെ വനജ ചേച്ചിയുടെയും ഞങ്ങളെ വിട്ടുപോയ എല്ലാ ഗുരു കാരണവന്മാരുടെയും പാദങ്ങളിലും സമർപ്പിക്കുകയാണ്.